ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ അമീർ ഖാന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം എപ്പോഴും പിൻദിശയിലേക്ക് പോകുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ്. അമീർ ഖാൻ ലാൽ സിംഗ് ചഡ്ഡ ഫ്ലോപ്പായി. അതെ അതെ. അതിനുശേഷം താങ്കളോട് എല്ലാവരും പറഞ്ഞു ഇനിയൊരു ആക്ഷൻ സിനിമ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹിറ്റാവുന്നത്. ഇപ്പോൾ ആ ഒരു ട്രെൻഡാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ താങ്കൾ അത് പറ്റില്ലെന്ന് പറഞ്ഞ് കോമഡിയാണ് എടുത്തത്. അതെ, ഞാൻ പ്രാക്ടിക്കലല്ല. കുറ്റാരോപണം ശരിയാണ്. ഞാൻ പ്രാക്ടിക്കലല്ല. എന്റെ മനസ്സിന് തോന്നുന്നതാണ് ഞാൻ ചെയ്യുന്നത്. അതായത് ഈ കഥ കേട്ടപ്പോൾ എനിക്ക് വളരെയേറെ ഇഷ്ടമായി. അതായത് ഇത് നിങ്ങളെ ചിരിപ്പിക്കും, വളരെ എന്റർടൈൻമെന്റ് ആയിരിക്കും, അതോടൊപ്പം തന്നെ മനസ്സിനെ ടച്ച് ചെയ്യും. ഇത് അത്രയ്ക്ക് ഡീപ്പായൊരു വിഷയമാണ്, നിങ്ങളുടെ ഹൃദയത്തെ ടച്ച് ചെയ്യും. വളരെ നല്ലൊരു വിഷയമാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നി ഇത് ചെയ്യണമെന്ന്, ഈ സിനിമ ചെയ്യണം. അതായത് കോവിഡിന് ശേഷം ജനങ്ങൾ ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നുവെന്നൊരു സംസാരവും ഉണ്ടായി. തിയേറ്ററിൽ ആക്ഷൻ സിനിമകൾ നന്നായി ഓടുന്നുണ്ടെന്ന് ഞാൻ സമ്മതിക്കില്ല. എനിക്ക് എന്റെ ഓഡിയൻസിൽ വളരെ വിശ്വാസമുണ്ട്. ഓഡിയൻസ് ആക്ഷൻ മാത്രം കാണുന്നവരില്ല, ആക്ഷൻ അല്ലാത്ത സിനിമകളും അവർ കാണും. അങ്ങനെയും ഓഡിയൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനത് സമ്മതിച്ചു തരില്ല. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനും ഒരു ക്രിയേറ്റീവ് പേഴ്സണാണ്. അതായത് ഞാൻ ആക്ഷൻ സിനിമകളും ചെയ്തിട്ടുണ്ട്, എല്ലാ തരത്തിലുള്ള സിനിമകളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ വന്നിട്ടുള്ള എന്റെ സിനിമ സിതാരെ സമീൻ പർ, ആ കഥ എന്റെ രക്തത്തിൽ കലർന്നു. അത് ഞാൻ ചെയ്യാത്തിടത്തോളം, അത് പുറത്തു വരാത്തിടത്തോളം എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് എന്റെ സിറ്റുവേഷൻ. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ഫിലിമാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടി. രജിത് സാർ, നിങ്ങളൊന്ന് ചിന്തിക്കൂ. അതായത് നമ്മുടെ സമൂഹത്തിൽ, അതായത് പീപ്പിൾ വിത്ത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, ജനങ്ങൾക്ക് വേണ്ടി ഇന്റലക്ച്വലി എടിപ്പിക്കൽ, ന്യൂറോടിപ്പിക്കൽ. സോ അവരുടെ ജീവിതം ചെറുപ്പം തൊട്ട് എങ്ങനെയായിരിക്കും, അതിൽ നമുക്ക് ഒരു സെക്കൻഡ് ശ്രദ്ധിക്കാമല്ലോ. നമ്മളെല്ലാവരും 8 വയസ്സ് 10 വയസ്സ് അതൊക്കെ കടന്നാണ് വന്നിട്ടുള്ളത്. ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്ക് 8 വയസ്സുണ്ടായിരുന്നപ്പോൾ സ്കൂളിലൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ബിൽഡിങ്ങിലൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടെങ്കിലും എല്ലാ കുട്ടികളെയും വിളിക്കും. പക്ഷെ നിങ്ങളെ വിളിക്കില്ല. കാരണം നിങ്ങൾ ഡൗൺ സിൻഡ്രോമാണ്. ഇതൊരിക്കലല്ല, എപ്പോഴും നടക്കും, സംഭവിക്കും. അപ്പോൾ നമ്മൾ ആ കുട്ടിയുടെ മനസ്സിനെപ്പറ്റി ചിന്തിക്കണം. അവൻ എങ്ങനെ ഫീൽ ചെയ്യുമെന്ന്. അവനെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? അവനെന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അത് അവന്റെ ഫാൾട്ടുമല്ല. ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. എനിക്ക് സംഭവിക്കാം, നിങ്ങൾക്ക് സംഭവിക്കാം. ഇത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല. അവന് വല്ലാത്ത വേദനയുണ്ടാവും. കാരണം അവനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ജീവിതകാലം മുഴുവൻ സെപ്പറേറ്റ് ചെയ്യും. ഇത് ശരിയല്ല, മനുഷ്യത്വമല്ല. നമ്മുടെ ഈ ഇന്ത്യ രാജ്യം വളരെ അത്ഭുതകരമായ ഒരു രാജ്യമാണ്. ഈയൊരു കാര്യം ഈ ഒരു അവസ്ഥ നമ്മൾ ചേഞ്ച് ചെയ്തേ പറ്റും. അതായത് അലിവുള്ള മനസ്സാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണെന്ന്. എല്ലാവരും മനുഷ്യരല്ലേ, എല്ലാവർക്കും മനസ്സുണ്ടല്ലോ. സോ ആരും തന്നെ ഇന്ത്യയിൽ, പ്രധാനമന്ത്രി തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, 2047 നമ്മൾ എത്ര ദൂരം മുന്നോട്ട് പോകണമെന്ന് വെച്ചാൽ, അതായത് വികലാംഗരുണ്ടല്ലോ, അവരെ നമ്മൾ ഒരുമിച്ച് ചേർത്ത് നിർത്തണം. അവരെ നമ്മോടൊപ്പം കൂട്ടിക്കൊണ്ടുപോകണം. ഇത് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റാണ്. ഇതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത്. വികലാംഗർക്ക് വേണ്ടി ഒരു ലോയും കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും തുല്യത വേണമെന്ന് പറഞ്ഞുകൊണ്ട്. അതായത് സ്കൂളിൽ കുട്ടികൾക്ക് നമ്മൾ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അന്നു തൊട്ടേ നമ്മൾ വേർതിരിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ കുട്ടി സ്പെഷ്യൽ സ്കൂളിൽ പോയി ചേരണം, ഈ കുട്ടി നോർമൽ അല്ലാത്തതുകൊണ്ട് ഇവിടെ പറ്റില്ല, വേറെ സ്കൂളിൽ ചേർക്കണമെന്ന് പറയും. ഇങ്ങനെ ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ഈ കുട്ടികളോട് നിങ്ങൾ അന്യായമാണ് കാണിക്കുന്നത്. അവരെ നിങ്ങൾ വേർപിരിക്കുന്നു, മെയിൻ സ്ട്രീമിൽ വരാൻ വിടുന്നില്ല. രണ്ടാമത്തേത്, ഒരു കുട്ടി ന്യൂറോടിപ്പിക്കലാണെങ്കിൽ, സപ്പോസ് നോർമൽ പേഴ്സൺ ആണെങ്കിൽ, അവർക്ക് നിങ്ങൾ എന്തുമാത്രം നഷ്ടമാണ് ഉണ്ടാക്കുന്നതെന്ന് ചിന്തിക്കൂ. അവർക്കതിനുള്ള അവസരം ലഭിക്കുന്നില്ല. അവന് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കാൻ കഴിയുന്നില്ല. അവൻ ന്യൂറോടിപ്പിക്കലായിരിക്കാം, ഡൗൺ സിൻഡ്രോം ആയിരിക്കാം, അങ്ങനെ പലതും ആയിരിക്കാം. അവരും സെൻസിറ്റീവായിരിക്കുന്നത്, അതായത് സെൻസിറ്റീവായിരിക്കുന്നത് പഠിക്കാൻ കഴിയും, എമ്പതി മനസ്സിലാക്കാൻ കഴിയും, കെയറിംഗ് പഠിക്കാൻ കഴിയും, സഹായിക്കുന്നത് പഠിക്കാൻ കഴിയും, കൈകോർത്തുകൊണ്ട് 2 പേർക്കും മുന്നോട്ട് പോകാൻ കഴിയും. ഒരുപക്ഷെ ആ കുട്ടി എക്സാമിൽ ഫെയിലായാലും എന്താണ് കുഴപ്പം? എന്താണ് പ്രശ്നം? നമ്മൾ 10ാം ക്ലാസ് പാസ്സായി സയന്റിസ്റ്റായോ? എന്താ? നിങ്ങളോട് ഞാൻ A+B² വാട്ടെന്ന് ചോദിച്ചോ? പറയൂ. A+B A² + B² + 2AB. പക്ഷെ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്?
നിങ്ങൾ ലൈഫിൽ അത് എന്തുമാത്രം ഉപയോഗിച്ചിട്ടുണ്ട്? എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ട് പറയൂ. a² + b² + 2ab. ആ ആൻസർ വരുന്ന പോലെ ഒന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ. അത് കുട്ടികൾക്ക് വരുന്നില്ലെങ്കിൽ വേണ്ട, വിട്ടേക്കൂ. എന്താ കുഴപ്പം? അതായത് അവർക്ക് കുറച്ച് സമയം വേണം, സമയമെടുക്കും. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവാൻ 2 മിനിറ്റ് മതി, എനിക്ക് 4 മിനിറ്റ് വേണം. അത്രേ ഉള്ളൂ. നമ്മൾ കുറച്ച് പേഷ്യൻ്റ് ആയിരിക്കണം. അതൊരു വലിയ കാര്യമൊന്നുമല്ല. ഇതുകൊണ്ട് നമ്മൾ വളരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളെ തമ്മിൽ എത്രമാത്രം വേർപിരിക്കുന്നോ, നമ്മളൊരാളെ കണ്ടുമുട്ടുമ്പോൾ അയാൾ ഡൗൺ സിൻഡ്രോം ആണെങ്കിൽ നമുക്ക് അവരോട് ഒരു കാര്യം സംസാരിക്കാൻ പോലും കഴിയില്ല. എങ്ങനെ സംസാരിക്കണമെന്ന് അറിയില്ല. നമ്മൾ വളരെ ആക്വേർഡായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും, അതല്ലേ? സോ അത് ശരിയല്ല. നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അന്ന് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികമായിരിക്കും. അന്നത്തോടുകൂടി ഇതെല്ലാം അവസാനിക്കണം. നമ്മളൊരു ഇൻക്ലൂസീവ് സൊസൈറ്റിയായി മുന്നോട്ട് പോകണം. ഈ ടോപ്പിക്കാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. സോ നിങ്ങൾ പറയൂ, ഞാൻ ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യണോ അതോ ആക്ഷൻ ഫിലിം ചെയ്യണോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അമർ, ഞാൻ ഈ സിനിമ കണ്ടിരുന്നു. സത്യത്തിൽ അത് വളരെ മനോഹരമായ സിനിമയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയി മനോഹരമായ ഒരു മെസ്സേജാണ് അതിൽ നൽകിയിരിക്കുന്നത്. താങ്കളുടെ ആക്ടിംഗ് ആണെങ്കിൽ അടിപൊളിയായിരുന്നു, പറയാൻ വാക്കുകളില്ല. ഞാൻ എല്ലാ പ്രേക്ഷകരോടും പറയും തീർച്ചയായിട്ടും ഈ സിനിമ കാണണമെന്ന്. കാരണം താങ്കൾ ഈ സിനിമയിൽ എങ്ങനെയുള്ള സബ്ജക്റ്റാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു സീനിൽ താങ്കൾ പറയുന്നു, അതായത് നമ്മൾ ഈ കുട്ടികളെ ബുദ്ധിമാന്ദ്യമുള്ളവരാണെന്ന് പറയും, പക്ഷെ അവർ നമ്മളെക്കാളും ബുദ്ധിശാലികളാണ്. നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നോക്കും, പക്ഷെ അവരാണ് നമ്മളെ അവരെനിക്ക് പഠിപ്പിച്ചു തന്നു. അത് ശരിയാണ്. ആക്ച്വലി ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം താരെ സമീൻ പറിന്റെ സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ പാർട്ട് 2 എന്ന് പറയും. ആക്ച്വലി കഥ വേറെയാണ്, ആർട്ടിസ്റ്റും വേറെയാണ്, തീമും വേറെയാണ്. ഈ സിനിമ താരെ സമീൻ പറിനേക്കാൾ 10 മടങ്ങ് മികച്ചതാണ്. താരെ സമീൻ പറിൽ എന്റെ ക്യാരക്ടർ നിക്കിം സർ വളരെ ക്ഷമയുള്ള, സെൻസിറ്റീവായ, ഉത്തരവാദിത്വമുള്ള മനുഷ്യനാണ്. ഈ സിനിമയിൽ ഗുൽഷൻ വളരെ നോട്ടിയാണ്. അവൻ വളരെ കടുത്ത ഭാഷയിൽ സംസാരിക്കും, പലരുമായും വഴക്കുണ്ടാക്കും, ആരെയും ബഹുമാനിക്കില്ല, എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. മദ്യപിച്ചുകൊണ്ട് പോലീസ് വണ്ടിയിൽ പോയി ഇടിക്കും. പോലീസുകാരനോട് ഇത് പാർക്കിംഗ് ഏരിയ ആണെന്ന് ചോദിക്കും. എപ്പോഴും അവനാണ് ശരിയെന്ന് അവൻ കരുതും. അതായത് ഈ ക്യാരക്ടർ നിക്കിമിന്റെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. പിന്നെ ആ സിനിമയിൽ ഒരു ടീച്ചർ സ്റ്റുഡന്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷെ ഈ സിനിമയിൽ സ്റ്റുഡൻസാണ് ടീച്ചർക്ക് നല്ല വഴി കാണിക്കുന്നത്. ഒരു നല്ല മനുഷ്യനായിരിക്കേണ്ടത് എങ്ങനെയാണെന്ന്. ആ സിനിമ കരയിപ്പിക്കും, ഈ സിനിമ ചിരിപ്പിക്കും. സോ ഇതിൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇവിടെയുള്ള നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഈ സിനിമ കാണണം. പിന്നെ പക്ഷെ താങ്കൾ ഈ സിനിമ തിയേറ്ററിൽ മാത്രമേ റിലീസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. OTT ഞാനിതിന് എതിരാണ്. ഞാൻ വളരെ ലോയലിസ്റ്റാണ്. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം സിനിമാ തിയേറ്ററുകളാണ്, പിന്നെ സിനിമാ പ്രേക്ഷകരും. തിയേറ്റർ കാരണമാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. എനിക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. തിയേറ്റർ വിട്ടൊരു കളി എനിക്കില്ല. അതാണ് എൻ്റെ തീരുമാനം. ഇന്നത്തെ കാലത്ത് നമുക്ക് നമ്മൾ തന്നെ കുഴി തോണ്ടി എന്ന് പറയുന്ന പോലെ നമ്മളൊരു ചെറിയ വിൻഡോ ആക്കിയതുപോലെ, അതായത് ചെറിയ വിൻഡോ, എത്ര ചെറിയ വിൻഡോ എന്ന് വെച്ചാൽ ഏത് തരത്തിലുള്ള വിൻഡോ ആണെങ്കിലും ഞാൻ നിങ്ങളോട് ഈ ഗ്ലാസ് വാങ്ങാനായി പറയുന്നു. ഒരുപക്ഷെ നിങ്ങളിത് വാങ്ങിയില്ലെങ്കിൽ 8 ആഴ്ച കഴിഞ്ഞ് ഞാനിത് നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് പോയാൽ പിന്നെ ഇതാര് വാങ്ങിക്കും? ഫിലിമിലും അങ്ങനെയാണ് നടക്കുന്നത്. നിങ്ങൾ സിനിമ കാണാൻ വരൂ, വന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തും. എന്നാ പിന്നെ വീട്ടിലേക്ക് വാ, ഞങ്ങളെന്തിനാ തിയേറ്ററിലേക്ക് വരുന്നത്? ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ തിയേറ്റർ ബിസിനസ് തന്നെ ഇല്ലാതാവും. ഇത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. എല്ലാവരും വളർന്നത് തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടല്ലേ. തിയേറ്ററിനൊരു മാജിക് ഉണ്ട്, അതൊരു നല്ല എക്സ്പീരിയൻസാ. ഇരുട്ടായിരിക്കും, നിങ്ങളൊരു 300-400 പേരോടൊപ്പം ചിരിക്കുന്നു, 400 പേരോടൊപ്പം ഇരുന്നുകൊണ്ട് നിങ്ങൾ കരയുന്നു. ഒരുപക്ഷെ സിനിമ ഇഷ്ടമായില്ലെങ്കിൽ അവരോടൊപ്പം ചേർന്ന് തെറിവിളിക്കുന്നു, കൂകുന്നു, എന്താണെങ്കിലും ഇറ്റ് ഈസ് എ കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസ്, കളക്റ്റീവ് എക്സ്പീരിയൻസ്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഞാനിപ്പോൾ ഒറ്റയ്ക്കിരുന്നാണ് കാണുന്നത്. എന്താണ് പ്രയോജനം? സോ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കാണാം, അത് നിങ്ങളുടെ ഇഷ്ടം. എനിക്ക് പറയാനുള്ളത് അതൊരു ചെറിയ വിൻഡോയാണ്. ആക്ച്വലി എനിക്ക് OTT ചാനലുകളിൽ നിന്ന് ഒരുപാട് ഓഫറുകൾ വന്നിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഒരു 6 മാസം കഴിഞ്ഞ് നിങ്ങൾ സിനിമ പ്രദർശിപ്പിക്കും, അതിലെനിക്കൊരു വിരോധമില്ലാന്ന്. പക്ഷെ അവരതിന് സമ്മതിച്ചില്ല. പണം ഓഫർ ചെയ്യുന്നുണ്ടല്ലോ, 20-25 കോടി. അതെ, ഒരുപാട് ഓഫറുകൾ തന്നു. പക്ഷെ ഞാനിതൊന്നും അംഗീകരിച്ചില്ല. പണം ഇഷ്ടമല്ലേ? അല്ല, പണം വേണം, പക്ഷേ അധ്വാനിച്ച് സമ്പാദിക്കണം. പക്ഷേ ഇത് തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് നമ്മൾ ദ്രോഹം ചെയ്യുകയാണെന്ന് നമ്മുടെ ഇൻഡസ്ട്രിക്ക്, നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിക്ക്, നമ്മുടെ സിനിമാ തിയേറ്ററുകൾക്ക്.
എനിക്ക് അതിൽ ഒട്ടും താല്പര്യമില്ല. മേ ബി അല്ല, ഞാൻ പറഞ്ഞല്ലോ ഞാൻ പ്രാക്ടിക്കൽ അല്ല എന്ന്. സോ എനിക്ക് വിശ്വാസമുണ്ട് ഈ സിനിമ തിയേറ്ററിൽ ഓടുമെന്ന്. പിന്നെ ഞങ്ങളുടെ അധ്വാനം, ഞങ്ങൾ മുടക്കിയ കാശ് അത് തിയേറ്ററിൽ നിന്ന് തന്നെ കിട്ടും. ഇതെന്റെ വിശ്വാസമാണ്. പിന്നെ അതുമാത്രമല്ല, എനിക്ക് പ്രേക്ഷകരിലും നല്ല വിശ്വാസമുണ്ട്. എന്റെ പ്രേക്ഷകർ ഇതുവരെ എന്റെ സിനിമകൾ തിയേറ്ററിലാണ് കണ്ടിട്ടുള്ളത്. ഈ സിനിമയും അവർ തിയേറ്ററിൽ തന്നെ കാണും. അതെനിക്ക് നല്ല വിശ്വാസമുണ്ട്. അമീർ, നമ്മുടെ രാജ്യത്ത് ഇതുപോലെ ലക്ഷക്കണക്കിന് കുട്ടികളുണ്ട്. ധാരാളം കുടുംബത്തിൽ അങ്ങനെയുള്ള പല കുട്ടികളുണ്ട്. കുടുംബങ്ങളിലും അങ്ങനെയാണ്. അവർ ഒളിച്ചു വെക്കുകയാണ്. ഇപ്പോ അതിനുള്ള സമയം വന്നിരിക്കുകയാണ്. വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും പുറത്തു കൊണ്ടുവരേണ്ട അതാണ് എനിക്ക് സമയമായിരിക്കും വേണ്ടത്. ഈ സിനിമ കണ്ടതിന് ശേഷം ജനങ്ങൾ അവരെ, നമ്മുടെ കുടുംബത്തിൽ അതുപോലുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മൾ സന്തോഷത്തോടെ പുറത്തേക്ക് കൊണ്ടുവരണം. പിന്നെ താങ്കൾ ചെയ്ത റോൾ വളരെ ചാലഞ്ചിങ്ങുമായിരുന്നു, നന്നായിരുന്നു. പക്ഷെ ഒരു രീതിയിൽ നോക്കിയ നെഗറ്റീവ് റോളുമായിരുന്നു. പക്ഷെ കുട്ടികൾ ഓരോ പ്രാവശ്യവും ഓരോന്ന് താങ്കളെ പഠിപ്പിച്ചു തെറ്റെന്ന് മനസ്സിലാക്കി തന്നു. താങ്കൾ പറഞ്ഞത് ശരിയാണ്, വളരെ ശരിയാണ്. ഈ സിനിമ ചെയ്തത് നന്നായെന്നാണ് എനിക്ക് തോന്നിയത്. ആ കുട്ടികളോടൊപ്പം പ്രവർത്തിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷെ ആ കുട്ടികൾക്ക് ആക്ടിങ്ങിൽ ട്രെയിനിങ് ഒന്നുമില്ലേ? അല്ല, ഇതിൽ ഒരു 10 പേരുണ്ട്. അതിൽ ഒരാൾ മാത്രം ആള് കേരളത്തിൽ നിന്നുള്ളതാണ്. മലയാളത്തിൽ 1-2 സിനിമകൾ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള 9 പേർ ആർട്ടിസ്റ്റ് അല്ല, സാധാരണ വ്യക്തികളാണ്. ദേ ആർ പീപ്പിൾസ് ഹൂ ആർ. ഒരാൾ ന്യൂറോ, ഒരാൾ ഡൗൺ സിൻഡ്രോം, ഒരാൾ ഓട്ടിസ്റ്റിക്, പിന്നെ സ്പെക്ട്രം. സോ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെയൊരു അനുഭവം. അവർക്കും അത് ഫസ്റ്റ് ടൈമാണ്. എന്ത് ഭംഗിയായിട്ടാണ് അവർ ചെയ്യുന്നത്. അവർക്ക് ഒരു ഹെൽപ്പും, ആരുടെ ഹെൽപ്പും ആവശ്യമില്ല. ഇതെനിക്ക് തുറന്നു പറയാൻ പറ്റും. ഞങ്ങൾ കാസ്റ്റിംഗ് പ്രോസസ് ചെയ്യും. ഇവരും കാസ്റ്റിംഗ് പ്രോസസ് ക്രോസ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ വർക്ക്ഷോപ്പ് റിഹേഴ്സൽസ് ചെയ്യും. ഞാൻ ചെയ്യുന്ന പോലെ ഇവരും വർക്ക്ഷോപ്പ് റിഹേഴ്സൽസ് ചെയ്തു. ഡയലോഗ് കാണാപ്പാടം പഠിക്കുന്നത്, എക്സെട്ര എക്സെട്ര. പിന്നെ ഞങ്ങൾ ഷൂട്ടിങ്ങിന് സെറ്റിടും. ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആയിട്ടില്ല ഇവർ കാരണം ഒരു നിമിഷം പോലും വേസ്റ്റ് ആയിട്ടില്ല. ഇതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് യാതൊരു വ്യത്യാസവുമില്ല. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇവർ കാരണം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി അല്ലേ എന്ന്, ഒരുപാട് സമയം എടുത്തു അല്ലേ എന്ന്. ഒരിക്കലുമില്ല. ഇവര് വന്നപ്പോൾ സെറ്റിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാ, അതായത് എങ്ങനെ മാറിയെന്നറിയോ, അത്രയ്ക്ക് പോസിറ്റീവ് എനർജി ആയിരുന്നു അവർക്ക്. ചിരിച്ചുകൊണ്ടാണ് അവർ വരിക. അത്രയ്ക്ക് ഹാപ്പി ആയിരുന്നു അവരെല്ലാവരും. ഷൂട്ടിംഗ് സ്പോട്ടിലേക്ക് വളരെ ഇൻട്രസ്റ്റോടു കൂടിയാണ് വരിക. നല്ല ടീം പ്ലേയേഴ്സാണ്. വർക്ക് ചെയ്യാനൊരു എക്സൈറ്റ്മെന്റോടെ ആയിരിക്കും ഇരിക്കുക. അമീർ, എന്റെ ബെസ്റ്റ് വിഷസ്. ഫിലിം സക്സസ് ആകണം. താങ്കൾക്ക് വേണ്ടി മാത്രമല്ല, ഈ രാജ്യത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി അത് ആവശ്യമാണ്. പിന്നെ പ്രൈം മിനിസ്റ്ററിന്റെ സ്വപ്നം നിറവേറാൻ വേണ്ടിയും ആവശ്യമാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ബെസ്റ്റ് വിഷസ് താങ്കളോടൊപ്പം ഉണ്ട്. താങ്ക് യു രജിത് സാർ. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ ലഫ്റ്റനന്റ് ജനറൽ റിട്ടയർഡ് രാമേശ്വർ റോയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം.